ഇങ്ങോട്ട് വന്നേ കണ്ടോ. ാലും ഇവിടെ ലീഗിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നൽകരുതെന്ന് തിട്ടൂരം പറയുന്നത് വി മുരളീധരനാണ്. ലീഗിന്റെ മുഖ്യമന്ത്രി വരുമെന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ്. ആര് മുഖ്യമന്ത്രിയാവണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരൊക്കെയാണ്. അവരോടൊക്കെയല്ലേ ഇടപെടരുത് എന്ന് മാത്യു അക്കാര്യത്തിൽ പറഞ്ഞത്. അല്ലാതെ ആ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്ത നിങ്ങളോട് എന്തിനാണ് ഈ മാത്യുവിന്റെ വിരട്ട്? ഷാഫി, അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. മുരളീധരൻ BJP-കാരനാണ്. BJP-കാരൻ ചോദിക്കുകയാണ്, വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എടുക്കാൻ പാടില്ല, കോൺഗ്രസ് എടുക്കണം. എന്താ അതിൻ്റെ പച്ച മലയാളം? ഒരു മുസ്ലിം വരാൻ പാടില്ല എന്നത് തന്നെയാണ്, മനസ്സിലാക്കണം. മാത്രമല്ല ഇവർക്കിതിൽ അഭിപ്രായം പറയാൻ അവർക്ക് എന്ത് അവകാശമാണുള്ളത്? പച്ചക്ക് വർഗീയതല്ലേ പറഞ്ഞ് കേരളം ഒട്ടാകെ അപലപിക്കേണ്ട ഒരു വാക്കല്ലേ. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ഭൂരിപക്ഷ സമുദായത്തിനെ പ്രതികരിച്ചാണ് നിയമസഭയിൽ ഇരിക്കുന്നത്. ഭൂരിപക്ഷ സമുദായത്തെ പ്രതികരിക്കാൻ ഇയാളാരാ? ഇയാൾ സംഘികളെ പ്രതികരിച്ചാണ് ഇരിക്കുന്നത്, അല്ലാതെ ഭൂരിപക്ഷ സമുദായത്തിനെ അല്ല. ഭൂരിപക്ഷ സമുദായത്തെ പ്രതികരിച്ച് ഞാൻ നിയമസഭയിൽ ഇരിക്കുന്നു, എന്നിട്ട് പറയുന്നു മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല, അത് കോൺഗ്രസ് ഏറ്റെടുക്കണം. എന്താ കോൺഗ്രസിനോട് ഇത്ര വലിയ സ്നേഹം? പച്ചക്ക് വർഗീയതയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെയൊക്കെ ഈ നാട് ഒരു ദിവസം ഒരുമിച്ച് ഹർത്താൽ നടത്തി എന്ത് ചെയ്യുമ്പോൾ ഇത്തരം വിഷജന്തുക്കൾക്ക് മറുപടി കൊടുക്കുകയാണ് വേണ്ടത്. മാത്യു BJP അല്ലല്ലോ, മാത്യു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണല്ലേ. മാത്യുവിന്റെ ജയത്തിന് വേണ്ടിയും ഈ പറഞ്ഞ മൂവാറ്റുപുഴ ലീഗുകാർ പ്രവർത്തിച്ചതല്ലേ. മാത്യു അങ്ങനെ ഒരു ആയുധം, ഇപ്പൊ മാത്യു തന്നെ ആ നറേറ്റീവ് ഉണ്ടാക്കുകയാണെങ്കിൽ BJP-ക്കാരെ എങ്ങനെ പഴിക്കാൻ പറ്റും? ഈ ത്രിവിക്രമൻജിയുടെ ഒരു പ്ലാനിങ്ങുകളും ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ മാത്യു അങ്ങനെ പറഞ്ഞു എന്നത് വലിയ വിഷയമാക്കി എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. കാരണം ആളുകളൊക്കെ പറയണ സമയത്ത് അതിൻ്റെ ഒരു ടെസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്തിനാണ് AC? ഞങ്ങളാരും വലിഞ്ഞു കയറി വന്നല്ലോ. റെജി ലൂക്കോസ്, ഇവിടെ മുസ്ലിം ലീഗിന്റെ MLA-മാർ ഓടുപൊളിച്ചിറങ്ങി വന്നവരല്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലെ ഏറ്റവും ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് എത്തിയ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അവരുടെ MLA-മാരാണ്. അവർ UDF എന്ന മുന്നണിയുടെ ഭാഗമാണ്. അവരുടെ വിദ്യാഭ്യാസ വകുപ്പ് ആർക്കെടുക്കണം, ആർക്ക് കൊടുക്കരുത് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം റെജി ലൂക്കോസ്? അവരെ ഈ പറയുന്ന ലീഗിനെ ചൊല്ലി അപമാനിക്കാൻ കെ സുരേന്ദ്രൻ എന്താണ് അവകാശം റെജി ലൂക്കോസ്? നിങ്ങളുടെ ഉദ്ദേശം ഒരുതരം ദുഷ്ടലക്ഷ്യമല്ലേ റെജി ലൂക്കോസ്? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. അല്ല, നിങ്ങൾ ആഷ്മി ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു വർഗീയ പാർട്ടിയായിട്ട് നിങ്ങൾ ചാപ്പ കുത്തി. അതാണ് നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ കേരളത്തിൽ കഴിഞ്ഞ ഒരു 3 മാസം മാത്രം മുമ്പ് എടുത്താൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യം വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുകയും ന്യൂനപക്ഷ വർഗീയതയും തരം പോലെ എന്താ പറയുക ഭൂരിപക്ഷ വർഗീയതയും കളിച്ച് കേരളത്തിലെ ജനങ്ങളെ വർഗീയപരമായിട്ട് ഭിന്നിപ്പിക്കാനായിട്ട് കഠിന ശ്രമം നടത്തിയ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് എന്നാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു 3 മാസം റെജി ലൂക്കോസ് അതിന്റെ ഭാഗമായിരുന്നു. എൻഡോഴ്സ് ചെയ്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു, അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഞാൻ 4 മാസം മുമ്പ് അതിന്റെ ഭാഗമായിരുന്നു. സംശയം എന്താ കാര്യത്തിൽ 14.5 വർഷം ഞാൻ ചാനൽ ചർച്ച പങ്കെടുത്ത അതിന്റെ വസ്തുതകളെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിജിവക്കലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഞാൻ മറച്ചു വെക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിൻവലിയാനുള്ള കാരണം എന്നുള്ളവർ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. എനിക്ക് സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായിട്ട് ആ പാർട്ടിയിൽ വന്നിരിക്കുന്ന അപജയങ്ങൾ, ആ പാർട്ടി പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധമില്ലായ്മ, തൂണും ചാരി നിന്നവനെ എല്ലാം വലിയ പോസ്റ്റിലേക്ക് കൊണ്ടുപോകുക. ഇപ്പം ഞാനൊരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. OK വാസു എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്, ഇപ്പം മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. അയാൾ ആരായിരുന്നറിയോ? CPM-ലെ ആണ്ട് 6-7 സഖാക്കളെ കൊന്ന കേസിലെ പ്രതിയാണ്. അയാൾ ഇങ്ങോട്ടൊന്ന് വാതിൽ വന്ന് കയറി വന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടിരുത്തി. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന വിദ്വാൻ ആരാ? കോൺഗ്രസിന്റെ ആളാണ്. നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞാണ്. ശരി, നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞാണ്. എന്റെ ചോദ്യം അതല്ലേ, ഇപ്പൊ താങ്കൾ എന്താണ് BJP-യുടെ പ്രതിനിധിയാണ്. എന്താണ് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ആരെടുക്കണം എന്ന് പറയാൻ BJP-ക്ക് അതിലുള്ള അവകാശം എന്താണ്? എന്തിനാണ് നിങ്ങൾ അതിൽ കയറി അള്ളാൻ പോകുന്നത് ശ്രീ റെജി ലൂക്കോസ്? ദുഷ്ടലക്ഷ്യമല്ലെങ്കിൽ, വർഗീയ ലക്ഷ്യമല്ലെങ്കിൽ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. അല്ല, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ ഏത് കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഒരു പ്രത്യേകത അത്. അതുകൊണ്ട് അത് പറയുന്നതെന്താ മടിക്കുന്ന കാര്യങ്ങൾ? ലീഗ് വിദ്യാഭ്യാസം ലീഗിന് ഇന്ത്യൻ വകുപ്പ് കൊടുക്കണോ? അല്ല, കോൺഗ്രസ് ഇന്ത്യൻ വകുപ്പ് കൊടുക്കണോ? നിങ്ങൾക്ക് എന്താണ് കാര്യം? ചർച്ചയിൽ നിങ്ങളുടെ പാർട്ടി നോക്കിയാൽ പോരെ? ആശ്മി, നിങ്ങൾ അവർക്കൊക്കെ ഒത്തിരി സമയം കൊടുത്തില്ലേ? എനിക്കൂടെ അല്പം സംസാരിക്കാൻ പറയൂ. നിങ്ങൾ വി മുരളീധരനോട് തെറ്റായിട്ട് ഉദ്ധരിച്ചിരുന്നു. കുറച്ച് മാധ്യമങ്ങൾ അത് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ആ ലൈവായിട്ട് ആ ചാനലിലെ ആ പരിപാടി കണ്ട ഒരാളാണ്.
താങ്കൾ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ ആളായിട്ടും നിയമസഭ പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അവരുടെയും ആളായിട്ട് പ്രവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞത്. അത് കൂടാതെ കണ്ട് മുഴുവൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടായിരിക്കും ഞങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ യഥാർത്ഥ പ്രതിപക്ഷമായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ ഒരു വാക്യം മാത്രം അടർത്തിയെടുത്തിക്കൊണ്ട് മുന്നോക്കക്കാരുടെ മാത്രം നേതാവാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് നിങ്ങളോട് ചിത്രീകരിച്ചു. എനിക്കത് ഭയങ്കര വിഷമം തോന്നി. നിങ്ങളങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം ഏത് രീതിയിലും BJP-നെ ആക്ഷേപിക്കുക അധിക്ഷേപിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഒരു ഹരമായിട്ട് മാറിയിരിക്കുന്നു. ആഷ്മിയിലേക്ക് വരാം. ആഷ്മി ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ആഷ്മിയെ ഹീനമായിട്ട് ഒരു മാധ്യമങ്ങളിൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വേട്ടയാടിയത്. ആഷ്മിക്ക് ഒരു തരത്തിലും യോജിക്കാത്ത രീതിയിലുള്ള പദപ്രയോഗങ്ങളിലൂടെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഈ സൈബർ സഹാക്കൾ നിങ്ങളെ അപമാനിച്ച ഒരിക്കൽ എന്നോട് നേരിട്ട് വിഷമത്തോടുകൂടി ആഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ? ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. UDF-ലെ പ്രമുഖമായ ഘടകകക്ഷിക്ക് ഏത് വകുപ്പ് കൊടുക്കണം കൊടുക്കണ്ട എന്ന് ആ പാർട്ടി തീരുമാനിക്കട്ടെ, ആ മുന്നണി തീരുമാനിക്കട്ടെ. അതിൽ കയറി നിങ്ങൾ നിലപാട് പറയുന്നതിന്റെ പിന്നിൽ ദുഷ്ടലക്ഷ്യമുണ്ട് റജി ലൂക്കോസ്. അത് കേരളത്തിന് ചേർന്ന ലക്ഷ്യമല്ല. അല്ല കാശ്മീർ, ഞാനത് ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പാർട്ടിയുടെ തന്നെ 2ാം തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്ന മാത്യു കുഴൽനാടൻ എത്ര പുച്ഛമായിട്ടാണ് ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്. അവരുടെ കൂടെ വോട്ട് നേടിക്കൊണ്ട് 3000 വോട്ടർമാരുടെ വോട്ട് നേടിക്കൊണ്ട് 10,45,000 വോട്ടിന് ഇപ്പോൾ ജയിച്ചു വന്ന ഈ പറയുന്ന കുഴൽനാടൻ എന്ന് പ്രയോഗിച്ച് ബാക്കിയാണ് കൂടുതൽ സംസാരിക്കേണ്ട. എന്താ കാരണം? ആ ഹുങ്ക് എന്താ? മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള തെളിവാണ് അയാളുടെ വായിൽ നിന്ന് പുറത്തു വന്നത്. എത്ര ഹീനമായ രീതിയിലുള്ള ആക്ഷേപ. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ. അതല്ല യഥാർത്ഥം. ഞങ്ങൾ പുറത്തുനിന്നുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ഞങ്ങൾക്ക് 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം ഞങ്ങൾ പറയും. ഞങ്ങൾ പറഞ്ഞ വാക്കിന്റെ ഗൗരവം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ അതെടുത്ത് ആ ചോദ്യം എന്നോട് ചോദിച്ചത്. ഞങ്ങൾ പറഞ്ഞതിനകത്ത് വളരെ ഗൗരവമുള്ളതുകൊണ്ട്. എന്താ ഗൗരവം? ഒരു ഗൗരവമില്ല. വിദ്യാഭ്യാസം പഠിച്ചാൽ എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? എന്താണ് കേരളത്തിന്റെ എന്താ ആകാശം ഒടിഞ്ഞു വീഴുവോ? എന്താണ് പ്രശ്നം? അല്ല, ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാതെ കൊണ്ട് മറ്റാരെങ്കിലും എടുക്കണമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വാക്കിനകത്ത് തന്നെ അത് പ്രകടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട. അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന ഒരാൾ വ്യക്തിപരമായിട്ട് എനിക്ക് അതിനകത്ത് എതിർപ്പൊന്നുമില്ല. ഞാൻ ലീഗിനെ അന്ധമായിട്ട് വിമർശിക്കുന്ന ഒരാളുമല്ല. PK കുഞ്ഞാലിക്കുട്ടിയുള്ള നേതാക്കന്മാരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് അന്നും എന്നും. അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞ മന്ത്രി, അതേ ഈ മുൻ മന്ത്രി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്താണ്? KM ഷാജി പറഞ്ഞ വാക്കുകൾ എന്താണ്? ഞങ്ങൾക്ക് 10 വർഷം നഷ്ടപ്പെട്ട ഞങ്ങളുടെ അവസരം ഞങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടി പ്രയോഗിക്കണം. മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം BJP-ക്ക് ഉണ്ട്. ഞങ്ങളത് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് എന്താ BJP വരെ പറയുമ്പോൾ ഇത്ര കൊള്ളുന്നത്? സുവേന്ദു അധികാരി എന്ന് പറയുന്ന നിങ്ങളുടെ ബംഗാളിലെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ ഭരിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയായിരിക്കും എന്നാണ് പറയുന്നത്. ബാക്കി എനിക്ക് വോട്ട് ചെയ്യാത്ത മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു എന്നാണ് പറയുന്നത്. പച്ചവർഗീയത, പരമത വിദ്വേഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ അങ്ങനെ കത്താം റജി ലൂക്കോസ്. ഷാഫി ചാലിം അതാണ് അപ്പൊ നറേറ്റീവ് എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, പറയൂ ഒറ്റ മറുപടി അതിന് പറയാനുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ആൺകുട്ടികൾ ഭരണത്തിൽ വരുന്ന ഭയന്നുകൊണ്ട് ബംഗ്ലാദേശിലേക്ക്, ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കടന്നു വന്ന ആയിരക്കണക്കിന് ബംഗ്ലാദേശികൾ ആ അതിർത്തി കിടന്ന് ബംഗ്ലാദേശിലേക്ക് പാരായണം ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടോ? ശരി. കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ BJP-ക്ക് 3 അംഗങ്ങളുണ്ട്. സഞ്ചരിച്ചപ്പോൾ ഞാൻ ശരിയോടൊപ്പം ചേർന്ന് അതിനെ തെറ്റിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ രാത്രി പകൽ എന്ന മട്ടിൽ നിലപാട് മാറ്റം എന്നെ വിസ്മയിപ്പിക്കുന്ന വ്യക്തിപരമായി ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ താങ്കളോട് വ്യക്തിപരമായി സൗഹൃദം പുലർത്തുന്ന ആളാണ്. നമ്മുടെ വേദനകളൊക്കെ ഞാൻ പങ്കുവച്ചിരുന്ന ആളാണ്. ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞാണെന്ന് കൂട്ടിക്കോ. ശരി, അങ്ങനെ കത്താം. അല്ല, നിങ്ങൾ മാധ്യമപ്രവർത്തകർ മാറുന്നില്ലേ? ചാനലുകൾ മാറുന്നില്ലേ? ഓക്കെ, ആശയപരമായി ഭിന്നിപ്പുണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യം, വ്യക്തി മാധ്യമപ്രവർത്തകർ ചാനൽ മാറും പോലെയാണോ റജി ലൂക്കോസ്? ആശയത്തിൽ മാധ്യമപ്രവർത്തകർ ചാനൽ മാറും പോലെയാണോ റജി ലൂക്കോസ്? ഒരാശയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വേറൊരു നേരെ ഓപ്പോസിറ്റ് ആശയത്തിലേക്ക് പോകുന്നു. എനിക്കറിയില്ല, പോട്ടെ, അത് വിട്ടേക്കാതെ. അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. അത് ആശ്മിയുടെ വികലമായ ചിന്തയാണ്. താങ്കളാ പറഞ്ഞേ ഒരു ആശയം തെറ്റാണെന്ന് തോന്നിയാൽ ആ തെറ്റിലോട് ഞാൻ തന്നെ പറഞ്ഞത്. ചാനലിനോട് തൊഴിലിടമാണ്. ഒരു ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് മാറുന്ന തൊഴിലിടത്തിൽ എന്താണ് ബെറ്റർ ശമ്പളം കിട്ടുന്നതും ബെറ്റർ തൊഴിൽ സാഹചര്യം ഉണ്ടാകുന്നതും ഘടകമാണ്. അതുപോലെയാണോ? അതുപോലെ കേവലം ആവശ്യം മാത്രമാണോ? അല്ലെങ്കിൽ കേവലം അരിപ്രശ്നം മാത്രമാണോ ഈ പറയുന്ന ആശയങ്ങൾ, പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ? പോട്ടെ, വിട്ടേക്ക്, നമ്മുടെ വിഷയം അതല്ല. ഷാഫി ചാലിം ഇവിടെ നിയമസഭയിൽ BJP-ക്ക് 3 അംഗങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറയുന്നില്ല. ആഷ്മിയുടെ ചാനലിൽ തന്നെ ഒരു ഉദാഹരണമുണ്ട്. ഓക്കെ, പൊട്ടവിട്ടേക്ക്. എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞവരെ ഓടളിക്ക് വന്നതല്ല. ഞങ്ങളെ നേതാക്കളെ ഭൂരിപക്ഷം ഇപ്പോഴും എണ്ണി കഴിഞ്ഞിട്ടില്ല. PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം നിങ്ങൾക്ക് അറിയാലോ. 20 വോട്ടിൽ നിന്ന് ജയിച്ചു വന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഞങ്ങളെ നേരെ കൈ ചൂണ്ടുന്നത്. ഭരണഘടനാപരമായി
ഈ നിയമസഭയിൽ പിന്നെ ഒരു ഭരണകൂടത്തിൽ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ ജാതി മത വ്യത്യാസമില്ലാതെ ഇന്ത്യയിലെ ഓരോ പൗരനും ഭരണഘടന തന്ന അവകാശമാണ്. ആ അവകാശം നിഷേധിക്കണമെന്ന് പറഞ്ഞാൽ MLA ആയി തുടരാൻ പോലും അയാൾക്ക് അവകാശമില്ല. നിയമപരമായി അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ പഠിച്ചു വരികയാണ്. നല്ലൊരു ഏത്തപ്പഴം കിട്ടിയവന്റെ വായി കുത്തിക്കയറ്റി വെക്കാറുണ്ട്. കാര്യം പറഞ്ഞുതരാം, ഞങ്ങളും നികുതി കൊടുത്ത് ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. പറ്റുന്നുണ്ടെങ്കിൽ RSSന്റെ ശാഖയിൽ പോയിട്ട് റെജി ലൂക്കോസ് ഒന്ന് പറഞ്ഞു കൊടുത്തേണ്ടി. ഇവിടുത്തെ മുസ്ലിങ്ങളുണ്ടല്ലോ, നികുതി കൊടുത്ത് ജീവിക്കുന്നവരും അവിടെ. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ എന്താണ് പിന്നെ എടുക്കാൻ പാടില്ല എന്ന് പറയാം. നിങ്ങളാരാ? എന്തടിസ്ഥാനത്തിലാണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മാധ്യമ പ്രവർത്തകരും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരും ഒന്നടങ്കം അപലപിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ റെജി ലൂക്കോസ്, വിദ്യാഭ്യാസ വകുപ്പ് ആർക്ക് കൊടുക്കണം, ആരോഗ്യ വകുപ്പ് ആർക്ക് കൊടുക്കണം, ബാക്കി വകുപ്പുകൾ ആർക്ക് കൊടുക്കണം എന്നതിനൊപ്പം UDFന്റെ മുഖ്യമന്ത്രി ആരാവണം എന്നുകൂടി മാരാർജി ഭവനിൽ വന്ന് അനുവാദം വാങ്ങേണ്ട ആവശ്യമുണ്ടോ? പരമ്പര 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾ ആ തീരുമാനം എടുക്കും. കാരണം ഇവരെല്ലാം മാരാർജി ഭവനിലേക്ക് വരാൻ ഇനി അധികാരമില്ല. അത് ആ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യമുണ്ട്, ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, നാട്ടുകാരുടെയും. അതായത് കേരളത്തിനെ സംബന്ധിച്ചോളം ശാപമാണ് ഈ പറയുന്ന കോൺഗ്രസ് മുന്നണി എന്നുള്ളൊരു തെളിവല്ലേ. KC വേണുഗോപാലിനെ അവരോധിക്കാൻ പോവുക. KC വേണുഗോപാൽ ഇടപെട്ടിരിക്കുന്ന ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്ന എല്ലായിടത്തും കഷ്ടപ്പെട്ടവർക്ക് ഇത് കിട്ടിയിട്ടില്ല. ഉദാഹരണം ഹിമാചൽ പ്രദേശ്, അതുപോലെ രാജസ്ഥാൻ, ഈ ഏറ്റവും ഒടുവിൽ കർണാടകയിൽ ആരാ കഷ്ടപ്പെട്ട് പണം മുടക്കി ഈ പാർട്ടി വിജയത്തിലേക്ക് എത്തിച്ചത്? അത് ശിവകുമാറാ. അപ്പോൾ അതേ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് എഴുന്നള്ളിക്കാനായിട്ടുള്ള ഏതാണ്ട് ചട്ടവട്ടങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മാരാർജി ഭവനിൽ വന്ന് ഇവർക്കൊക്കെ ചോദിക്കേണ്ട കാലങ്ങളിൽ ഞാൻ അധികം വരത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ടാണല്ലോ BJPക്ക് ഒരു വലിയ സ്പേസ് ഈ തെരഞ്ഞെടുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? പിന്നെ ഈ വലുതിൻ്റെ ഇടതിൻ്റെ നേതാക്കന്മാർ പറഞ്ഞു ഒറ്റ സീറ്റിൽ പോലും ജയിക്കരുതെന്ന് പറഞ്ഞു. ഇത് 3 MLA BJPക്ക് ഉണ്ട്. 6 ഇടങ്ങളിൽ ഞങ്ങൾ കേവലം 600, 700, 800 വോട്ടിന് വ്യത്യാസമുള്ളൂ. 2ാം സ്ഥാനത്ത് 20ഓളം നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ അതുപോലെ തന്നെ 1600-നും 1300-നും ഇടയ്ക്കേ ഉള്ളൂ ഞങ്ങൾക്ക് വ്യത്യാസമുള്ളൂ. അതാ ഞാൻ പറയുന്നത്, BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആൺകുട്ടികളായിട്ടുള്ള BJPയുടെ രാജ്യസ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ഭരണം പെൺകുട്ടികൾക്ക് മോശമൊന്നുമില്ല ഇക്കാലത്ത്. ആൺകുട്ടി എന്ന് പറയുന്നത് പുതിയ കാലത്തിന് നല്ല പ്രയോഗമല്ല. പെൺകുട്ടികളും നല്ല ധൈര്യമുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ട്. പോയി ചത്തുടടാ. ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി ചീറ്റി പണ്ടാറൊടുക്കി പോയി.